ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് പൊലച്ചയ്ക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മണി മുതൽ ഒരു 7-7:30 വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയായിരുന്നു. പിന്നെ കുറച്ച് ചാറിപ്പോയി. എന്തായാലും മൊത്തത്തിൽ നല്ല കൂളായിട്ടുണ്ട് മഴ പെയ്തത് കാരണം. എത്ര ദിവസമായല്ലേ മഴയുണ്ട് എന്ന് പറയണു. ഇപ്പോഴാണ് ഒന്ന് താഴോട്ട് പെയ്തത്. അങ്ങനെ ഞാൻ അവനെയും കൊണ്ടിട്ട് ഏട്ടൻ്റെ അടുത്തോട്ട് പോവാട്ടോ. അതായത് മാമൻ്റെ മോൻ കാലൊടിഞ്ഞിട്ട് കിടപ്പിലാണ്. അപ്പം അവൻ്റെ അടുത്തോട്ട് ഏട്ടൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് നേരം റോഡിലൂടെ കളിച്ച് നടക്കാമെന്ന് പറഞ്ഞ്. ആശാൻ്റെ ചിരി കണ്ടോ, എന്ത് സന്തോഷം. ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ആശാൻ എന്ത് ഇഷ്ടം അറിയോ. നമുക്കുണ്ടോ ടൈമിലുപരി ഇവരെ കൊണ്ടുപോയാലുള്ള കുഴപ്പം എന്താ അറിയോ, കൊണ്ടുപോയി അവർ കുറേ നേരം കളിച്ച് പിന്നെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ ഇവർക്കത് ഇഷ്ടപ്പെടില്ല. പോണ്ട ഇപ്പം പോണ്ട, അമ്മ പൊയ്ക്കോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയാം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റോഡിലോട്ട് നിന്നു. നല്ല മഴ കാരണം മൊത്തത്തിൽ നല്ല നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട്. അതിലോട്ട് ഈ പച്ചപ്പ് നിറഞ്ഞതിലോട്ട് കാണുമ്പോൾ ഒരു എക്സ്ട്രാ ഫീലാണ് കേട്ടോ. ആശാൻ എന്തൊക്കെയോ പറയുന്നു കേട്ടോ. എന്ത് ഏത് കൈ മുള്ളു നടട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ആശാൻ എന്തൊക്കെയോ ഇലയൊക്കെ പിടിച്ച് താഴ്ത്തിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടിടത്തേക്ക് പോകുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, മഴ പെയ്ത് തണുത്തതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഏജന്തുകളൊക്കെ അവിടെ ഇവിടെ എനിക്ക് ഇങ്ങനെ ഈ തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്ന് കിടക്കും. ഞാൻ അവൻ്റെ അടുത്തൊന്ന് ക്യാമറ നോക്കി ചിരിക്കാൻ പറഞ്ഞിട്ട് ആശാൻ ചിരിക്കണതായിട്ടോ കണ്ടോ. അവൻ്റെ അടുത്ത് ഞാൻ ക്യാമറ വീഡിയോ എടുക്കുകയാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിലും ശരി, ഞാൻ അവൻ്റെ അടുത്ത് ആദ്യം ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഓടി വന്ന് ക്യാമറ നോക്കി ചിരിക്കുന്നു പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ കറക്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ അമ്മ വീഡിയോ എടുക്കുകയാണ്, മോൻ ഓടി വന്ന് ചിരിക്കുകയൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൻ ചിരിക്കും. ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും ശരി, ചിരിക്കാൻ പറഞ്ഞാലൊക്കെ ആശാൻ നല്ല രീതിയിൽ ചിരിക്കും കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചിരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഒഴിഞ്ഞ പറമ്പാണ് കേട്ടോ. ഈ പറമ്പ് കഴിഞ്ഞിട്ട്, ഇത് അത്യാവശ്യം വലിയ പറമ്പാണ്, ഈ പറമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പുഴ വരുന്നത്. പുഴയിൽ ഇപ്പം വെള്ളമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മ അതിൽ വേനലാത് കാരണം വെള്ളമൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങളിതാ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഏട്ടനകത്ത് കിടക്കുന്നുണ്ട്. ഇനി ആശാൻ്റെ കളികൾ തുടങ്ങാൻ പോവാണ്. ആശാൻ്റെ വേറെ ഒന്നുമല്ല, വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആശാൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കീ, അതുപോലെ ഇയർഫോണ്, വാച്ച്, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ആശാൻ അതെല്ലാം എടുത്ത് അവന് ഇഷ്ടമുള്ള എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും. ലാസ്റ്റ് ഇവന്മാരത് തപ്പി നടക്കേണ്ട അവസ്ഥയാണ്. ഏട്ടന് കുറച്ച് മാസമായിട്ടോ കാലിനെ പൊട്ടി അവൻ കിടപ്പിലാണ്. അപ്പോൾ ഇവൻ്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ രാമു ചോര കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്യാം. ഇവിടെ വന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരത്തേയില്ല. വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അമ്മ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വരത്തേയില്ല. ഇവിടെ കളിച്ച് കുത്തിരിക്കുകയാണ് ചെയ്യുക. ഏട്ടൻ്റെ കൂടെ ഓരോന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് അവനെ വേദനിപ്പിച്ച് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുക. ഇപ്പം ഇത് കണ്ടോ, അവൻ്റെ ചാവി എടുത്ത് കളിക്കണുണ്ടോ. അത് ഇനി അകത്ത് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അകത്ത് പോയിട്ട് ഏട്ടൻ്റെ മുറിയുണ്ട്, അതിൻ്റെ ഉള്ളിലിട്ട് ചാവി തിരിക്കാനൊക്കെ നോക്കും. അമ്മ അതിന് കുറുമ്പാണ് കേട്ടോ ആശാന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം നമ്മൾ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, സീ യു.